ഒരു ക്ഷേത്രത്തിൽ വെച്ചാൽ ഗാന്ധിയെ കൊല്ലാൻ തീരുമാനിച്ചത്. ഗാന്ധി ഒരു ദുർഗാക്ഷേത്രത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരുന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നെറ്റി എവിടെയാണ് വരുന്നതെന്ന് മാർക്ക് ചെയ്തിട്ട് വെടിവെച്ച് നോക്കി. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ഇവർ തീരുമാനിച്ച് തിരഞ്ഞെടുത്ത സ്ഥലം ഒരു ദുർഗാക്ഷേത്രമാണ്. ഗോൾവാക്കറോട് 2 ചെറുപ്പക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കട്ടെ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. നിങ്ങൾക്ക് കുടുംബത്ത് വേറെ എന്തെല്ലാം പണിയുണ്ട്, നിങ്ങൾ എന്താ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വരുന്നതെന്ന് ചോദിച്ചു. സവർക്കർ ഇന്നേ വരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഒരൊന്നും പ്രസംഗിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. മാപ്പെഴുതി കൊടുത്തതിനകത്ത് പറഞ്ഞത് ഞാൻ മാത്രമല്ല, എന്നെ പുറത്തുവിട്ട എൻ്റെ അനുയായികളും കൂടി ഞങ്ങൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി സംസാരിക്കാമെന്നാണ്. ഈ RSS ഉണ്ടാക്കിയ തലവൻ അങ്ങനെയുള്ള സവർക്കറിൻ്റെ പടം പാർലമെൻറ്റിൽ നിന്ന് ഗാന്ധിയുടെ നേരെ ഓപ്പോസിറ്റ് വെച്ചിരിക്കുകയാണ് ഇവർ. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നോക്കിക്കോളൂ, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോൾ മഹാത്മാഗാന്ധിയോടൊപ്പം സവർക്കറുമുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, അമിത്ഷായുടെ ഏത് ഫോട്ടോയും അദ്ദേഹം ഇരിക്കുന്ന മുറിയിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹോം മിനിസ്റ്റർ എന്ന മുറിയിൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിലുള്ളത് ഗാന്ധിയുടെ ഫോട്ടോയല്ല, ഈ സവർക്കറുടെ പടമാണ്. ഇതിനു മുമ്പ് ഞാനിത് കണ്ടത് നോട്ട് നിരോധനത്തിന് സമയത്താണ്. ഇന്ത്യയിൽ കള്ളപ്പണം മുഴുവനും ഡിജിറ്റലായിട്ടാണ് സൂക്ഷിക്കുന്നത്, കള്ളപ്പണം നോട്ടിൻ്റെ രൂപത്തിലല്ല എന്ന 2 റിപ്പോർട്ടുകൾ നിലനിൽക്കുകയാണ്. കള്ളപ്പണം മുഴുവനും ഡിജിറ്റലായിട്ടാണ് സൂക്ഷിക്കുന്നത്, കള്ളപ്പണം നോട്ടിൻ്റെ രൂപത്തിലല്ല എന്ന 2 റിപ്പോർട്ടുകൾ നിലനിൽക്കുകയാണ് പണം നിരോധിച്ചുകൊണ്ട് ഉത്തരവിട്ടത്. നരേന്ദ്രമോദി ചിരിക്കുന്ന ചിരി നിങ്ങൾക്ക് ഓർമ്മയില്ല? 8 മണിക്ക് രാത്രി വന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ കടലാസ് കഷ്ണമായി മാറി എന്ന് പറയുമ്പോൾ ഒരു ഫാസിസ്റ്റിൻ്റെ ചിരി ഞാൻ ആ മുഖത്ത് കണ്ടു. ആ ചിരി ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇന്ത്യയുടെ പവർ മുഴുവൻ എൻ്റെ കയ്യിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നാണ് പറഞ്ഞത്. അതാണ് നോട്ട് നിരോധനത്തിൻ്റെ അർത്ഥം. അല്ലാതെ ഇന്ത്യ മുഴുവൻ രക്ഷപ്പെടുത്താം എന്നുള്ള അർത്ഥമല്ല. ഇന്ത്യയിലുള്ള അധികാരം ഞാനാണ്, അത് ഇന്ത്യയിലെ അവസാനത്തെ ഇന്ത്യക്കാരനും മനസ്സിലാക്കിക്കൊള്ളണം. ഫാസിസ്റ്റുകൾ പൊതുവെ ഈ പവർ സെൻട്രിസിസം കാണിച്ചിട്ടാണ് ആളുകളെ പേടിപ്പിച്ചിട്ടാണ് കാര്യങ്ങൾ നടപ്പാക്കുക. അല്ലാതെ സുപ്രീം കോടതി പറഞ്ഞില്ല ഡൈവോഴ്സ് ചെയ്യുന്ന ആളുകളിൽ മുസ്ലിങ്ങളെ മാത്രം നിങ്ങൾ ജയിലിലടയ്ക്കൂ, ബാക്കിയുള്ളവരെയൊക്കെ ക്രിമിനൽ നിയമത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പറഞ്ഞില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ എന്താ ചെയ്തത്? മുത്തലാഖ് നിയമം കൊണ്ടുവന്ന് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഡൈവോഴ്സ് ചെയ്താൽ ക്രിമിനൽ ഒഫൻസ് ഇല്ല, പക്ഷേ മുസ്ലിം ചെയ്താൽ അത് ക്രിമിനൽ ഒഫൻസായി മാറി. എന്നിട്ട് അതിൻ്റെ കുറ്റവും. ഇതാണ് BSNL അവസ്ഥ. നമ്മൾ പിടിച്ചു നിന്നു അവസാനം വരെ, പക്ഷേ BSNL ഇപ്പോൾ തൂക്കി വയ്ക്കും. മറ്റെല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും തൂക്കി വയ്ക്കുകയാണ്. നമ്മൾ അത് ചർച്ച ചെയ്യരുത്. 2.5-3 മണിക്കൂറായി ഇവിടെ കൂടിയിട്ട്. നമ്മൾ ആരെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ യഥാർത്ഥ പ്രശ്നം ചർച്ച ചെയ്തോ? ഇല്ല. ഈ നാട്ടിലെ പട്ടിണി ചർച്ച ചെയ്തോ? ഇല്ല. തൊഴിലില്ലായ്മ ചർച്ച ചെയ്തോ? ഇല്ല. ഈ രാജ്യം പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് പോകുന്ന എക്കണോമിക് ക്രൈസിസ് ഒന്നും ചർച്ച ചെയ്യാതിരിക്കാൻ ഇത് ചെയ്യും. നേരത്തെ രാമക്ഷേത്രമായിരുന്നു, ഇപ്പം ഇതായി. ഇത് തീർന്ന് യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ അടുത്ത യൂണിഫോം സിവിൽ കോഡോ അല്ലെങ്കിൽ ഈ റിസർവേഷൻ എടുത്തു കളയലോ ഒക്കെ വരും. ഇതിങ്ങനെ ഈ ചർച്ച ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ള, ഇമോഷണൽ ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളതാണ്. ഒരു ക്ഷേത്രത്തിൽ